ഓൺലൈനിൽ നിന്ന് ഫോണുകൾ വാങ്ങി പണി കിട്ടിയ ആൾക്കാരുണ്ടോ? എനിക്കും ഈ കഴിഞ്ഞ ആഴ്ച ഒരു നല്ല പണി കിട്ടിയതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഷോപ്പിൽ നിന്ന് വന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു 4-5 നല്ല അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്തരം ഷോപ്പുകളിൽ വന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ. സോ ഈ വീഡിയോ ഷോപ്പിൽ നിന്നൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഈ ഒരു ഷോറൂമിൽ വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ A54 എന്ന ഫോണിൻ്റെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഫോണായിരിക്കും, അതിൻ്റെ പുതിയൊരു കളർ വന്നിട്ടുണ്ട്. സോ അതൊന്ന് കാണുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. പക്ഷേ അതിനിടയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ സാംസങ്ങിൻ്റെ A സീരീസ് ഉണ്ടല്ലോ, ഇതാണ് സാംസങ്ങിൻ്റെ മോസ്റ്റ് ലവ്ഡ് മോസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ സീരീസ് എന്ന് പറയുന്നത് ഈ A സീരീസ് ഫോണുകളാണ്. സോ നമുക്ക് ഈ A54 എങ്ങനെയാണെന്നുള്ളത് കാണാം. സത്യത്തിൽ ഞാൻ എൻ്റെ ഒട്ടനവധി പ്രൊഡക്റ്റുകളും വാങ്ങിച്ചിരിക്കുന്നത് ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ വീഡിയോസും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളതൊക്കെ കണ്ടിട്ടും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരെ വന്ന് ഒരു ഷോപ്പ് വന്നു നേരെ ഫോൺ വാങ്ങിക്കുക എന്നുള്ളതല്ല. ഒന്നിലധികം ഷോപ്പുകളിൽ വിളിച്ച് ചോദിക്കുക എവിടെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ അവർ ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കടയിൽ നിന്നാണ് ഏറ്റവും വില കുറവിൽ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കാൻ. അങ്ങനെ തീരുമാനിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം, അവർ ഓതറൈസ്ഡ് ഡീലറാണെന്നുള്ളത് ഉറപ്പിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് പൈസ, നമ്മൾ ചോദിക്കുന്ന പൈസ അങ്ങോട്ട് കൊടുക്കാതെ കൃത്യമായിട്ടൊരു കാര്യം ചോദിക്കണം, ബാങ്ക് കാർഡിന്മേൽ എന്തെങ്കിലും എക്സ്ട്രാ ഡിസ്കൗണ്ടുകൾ ഉണ്ടോ? കാരണം ചിലപ്പോൾ ഡെബിറ്റ് കാർഡിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡിൽ വേറെ രീതിയിൽ, പിന്നെ EMI ആക്കുമ്പോൾ വേറൊരു ഡിസ്കൗണ്ട്, ഇങ്ങനെ പലതും നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതുകൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ല വിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹായ്, എന്താ പേരെന്താ? നജീബ് അല്ലേ? നമ്മൾ സാംസങ്ങിൻ്റെ ഒരു A54ൻ്റെ പുതിയൊരു കളർ വന്നിട്ടുണ്ടെന്ന് കേട്ട് വന്നാണ്. സംഭവം ഉണ്ടല്ലോ അല്ലേ, പുതിയ കളർ? ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഞാൻ പറഞ്ഞില്ല, ഒരു 4-5 അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ കിട്ടാത്ത അഡ്വാൻറ്റേജ്. ഒന്ന് ഇതാണ്, നമുക്ക് ആ ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുത്ത് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ വീഡിയോകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും, ഈ ഒരു ഫോൺ അങ്ങനെയാണ്, ഭയങ്കര സുഖമാണ്, സ്മൂത്താണെന്നൊക്കെ, അല്ലെങ്കിൽ S23 പോലെയുണ്ട്, ഒറിജിനൽ ഫ്ലാഗ്ഷിപ്പ് സീരീസ് പോലെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ബട്ട് റിയലി അത് അങ്ങനെയാണോ എന്നുള്ളത് നമുക്കിത് കയ്യിലെടുത്ത് നോക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇതിപ്പോൾ ശരിക്ക് S23, അതായത് ആ ഫ്ലാഗ്ഷിപ്പ് സീരീസിനുള്ള S സീരീസ്, S23 അൾട്രയുടെയൊക്കെ ആ സീരീസിലെ S23 എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല കളറുകൾ, ഈ കളറുകൾ നമ്മൾ ഓൺലൈനിൽ വീഡിയോയിൽ കാണുമ്പോൾ പലപ്പോഴും പല കളറുകൾ കാണും, കയ്യിൽ കിട്ടുമ്പോൾ ഡിഫറൻ്റ് ആയ ഒരു കളറായിരിക്കും. ആ ഒരു പ്രശ്നമില്ല, നമുക്ക് ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ടും ആ കളർ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കി ബോധ്യപ്പെട്ടെടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡെമോ ഒരുവിധം യൂണിറ്റുകൾക്കെല്ലാം ഡെമോ കിട്ടും ഇവിടെ. അതായത് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ച പീസ് ഉണ്ടാവും നമുക്ക് എടുത്ത് നോക്കാൻ. ഏത് ഇത് തൊട്ടാ സാംസങ്ങിന് A14 5G മുതൽ ഡെമോസ് അവൈലബിൾ ആണ്. A14 5G മുതൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡെമോകൾ ഈ ഷോപ്പുകളിൽ ഉണ്ടാവും. നമുക്കിവിടെ വന്ന് കയ്യിലെടുത്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി എന്നുള്ളത് ഈ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, നമ്മൾ അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങളല്ലാതെ നമുക്ക് ഈ ഫോണിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് അതിൻ്റെ എക്സ്പെർട്ടായ ആളോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്യാമറ എത്ര മെഗാ പിക്സലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസസ്സർ എന്നതാണെന്നൊക്കെ നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ അതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള പല സംഗതികളുണ്ടാവും. അതൊന്നും ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടാൽ അതൊക്കെ ഇതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഈ ഫോണിൻ്റെ അകത്തുള്ള ചില സ്പെഷ്യൽ ഫീച്ചറുകളെ കുറിച്ച് നമ്മൾ ചോദിക്കാൻ പോകണം. മെയിൻ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, യൂട്യൂബ് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ചില സ്പെഷ്യൽ ഫീച്ചറുകളെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഇവരോട് ചോദിക്കാം, ഇവർ എക്സ്പെർട്സ് ആണല്ലോ. ഇപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ ഫോണിൽ സെക്യൂർ ഫോൾഡർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടോ? അവൈലബിൾ ആണ്. ഓക്കെ, അത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ സിംഗിൾ ടേക്ക് പോലുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ വരുന്നുണ്ട്. സാംസങ് വാലറ്റിന്റെ സംവിധാനം, ബാങ്ക് കാർഡ് ആഡ് ചെയ്ത് വെച്ചിട്ട് ടാപ്പ് ടു പേ അതും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫൺ മോഡ് ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നെ IP റേറ്റിംഗ് എങ്ങനെയാണ്? IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്. പിന്നെ ഇതിന് സൗണ്ട് എങ്ങനെയാ? സ്റ്റീരിയോ സ്പീക്കർ, അങ്ങനെ ഡോൾബി സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്, ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് കംപ്ലൈൻറ്റ് വന്നാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല എനിക്കൊരു പണി കഴിഞ്ഞ ആഴ്ച കിട്ടിയെന്ന്, വേറെ ഒന്നുമല്ല, ഒരു ND ഫിൽറ്റർ വാങ്ങിയതാണ്. വീട്ടിലെത്തിയപ്പോൾ അതിന് ഫംഗസ്. തിരിച്ചയക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ അന്ന് സൺഡേ എന്തോ മുടക്കണമെന്നോ, പിന്നീട് അങ്ങോട്ട് കുറേ തലവേദനകളൊക്കെ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാണ് എനിക്ക് അതിൻ്റെ റീഫണ്ട് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്യാവശ്യമായിട്ട് പിറ്റേ ദിവസത്തേക്ക് ഓർഡർ ചെയ്തതാണ്, വന്നപ്പോൾ ഡാമേജ്ഡ് യൂണിറ്റ്. ഇത്തരം സാഹചര്യങ്ങൾ ഷോപ്പിലുണ്ടോ എന്നുള്ളത് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്, നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തെടുത്തു, കസ്റ്റമർ വന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കണ്ടു, ഈ കോസ്മെറ്റിക് ഡാമേജ് എന്തെങ്കിലും കണ്ടാൽ എന്തായിരിക്കും നിങ്ങൾ? അപ്പോൾ തന്നെ നിങ്ങൾ വേറെ പുതിയ കംപ്ലയിൻറ്റ് ഇല്ലാത്ത യൂണിറ്റ് കൊടുക്കും.
കണ്ടോ, വേറെ ഒരു തലവേദനയില്ല. കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ വാങ്ങിയ യൂണിറ്റ് കയ്യിൽ ഓപ്പൺ ചെയ്തെടുത്ത് നോക്കുമ്പോൾ കംപ്ലൈൻറ്റ് കണ്ടാൽ അപ്പം തന്നെ മാറ്റിത്തരും. ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി 10 ദിവസം ഉപയോഗിച്ചു, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ് ആണെങ്കിൽ എങ്ങനെ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പരിപാടി എന്ന് അറിയണം നമ്മൾ പൊതുവെ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ചേട്ടാ എന്തായിരിക്കും എൻ്റെ പരിപാടി? ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വീട്ടിൽ പോയിട്ട് കണ്ടു, എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക? 40 days വരെ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നുണ്ട്. അതെങ്ങനെയാണ് കിട്ടുക? നമ്മൾ ഇവിടെ വന്നിട്ടാണോ, സർവീസ് സെൻ്റർ ആണോ? കസ്റ്റമർക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ സർവീസ് സെന്ററിൽ പോവാം. ഇനി നമ്മുടെ സ്റ്റോറിൽ വരാണെങ്കിൽ നമ്മൾ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമുക്കൊരു കംപ്ലൈൻറ്റ് എന്തെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ, ഈ 14 ദിവസത്തിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണുകയാണെങ്കിൽ നമ്മളത് നേരെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയാൽ അവിടെ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് സർവീസ് സെൻ്റർ എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ടെൻഷൻ ആണെങ്കിൽ ഒന്നും വേണ്ട, നേരെ ഈ ഷോറൂമിലേക്ക് വരിക. ഇവിടെയുള്ള സ്റ്റാഫിനെ കാണിച്ചാൽ മതി. ഇവർ നിങ്ങൾക്ക് വേണ്ടി അത് അവിടെ കൊണ്ടുപോയി സർവീസ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ട് തരും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു മേന്മ. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ്, ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കും, യൂട്യൂബിലൊക്കെ നമ്മൾ പലയിടത്തും കാണുകയും ചെയ്യും. പക്ഷേ റിയലി പല ആൾക്കുള്ള ഒരു വിഷമമാണ്, യൂട്യൂബിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റി നമ്മൾ നേരിട്ട് വന്ന് ഫോൺ കയ്യിൽ കിട്ടിയെടുക്കുന്ന നേരത്ത് അതില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം പലരും കമൻറ്റിൽ ചോദിക്കാറുണ്ട്. പക്ഷേ ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ക്യാമറ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് 2 ഫോട്ടോ എടുത്ത് നോക്കാം അല്ലേ? അങ്ങനെ ഞങ്ങൾ കുറേയധികം ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു, സെൽഫി എടുത്തു, എല്ലാം ഞങ്ങൾ സൂം ചെയ്ത് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തു. സോ ഇതുപോലെ നിങ്ങൾക്കും ഷോപ്പിൽ വന്ന് ഫോൺ വാങ്ങിക്കാൻ വരുമ്പോൾ ക്യാമറയുടേതായ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നോക്കി ബോധ്യപ്പെട്ടിട്ട് എടുത്താൽ മതി എന്നുള്ളതാണ് ഈ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു 5ാമത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണം. ഒപ്പം തന്നെ നമുക്ക് അവരോട് ഇതിൻ്റെ സർവീസ് സെൻ്റർ എവിടെയാണ്, എങ്ങനെയുണ്ട് സർവീസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പോയാൽ മതി. പിന്നെ സാംസങ്ങിന് 10-15,000-ലധികം ഓതറൈസ്ഡ് ഷോറൂമുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിലേക്ക് ചെന്ന് ഈസി ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂട്ടത്തിൽ നമുക്ക് ഈ A54 5G എന്ന നമ്മൾ കാണാൻ വന്ന ഈ ഫോണിനെ കുറിച്ച് ചുരുക്കി ഞാനൊന്ന് പറഞ്ഞുതരാം. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനാണ് ഈ ഫോണിൽ വരുന്നത്. One UI 5.1 ഇത് വർക്ക് ചെയ്യുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടും. പിന്നെ വോയിസ് ഫോക്കസ് പോലുള്ള ഫീച്ചറുകൾ, അതായത് കോൾ ചെയ്യുമ്പോഴൊക്കെ ബെറ്റർ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ്. ഫ്രണ്ട് ബാക്ക് ക്യാമറകളിൽ 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OIS സ്റ്റെബിലൈസേഷൻ, VDA സ്റ്റെബിലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 1000 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് ഹോട്ട്സ്പോട്ട് പോലുള്ള സംവിധാനങ്ങൾ, ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിന് 1 ടൈം പാസ്വേഡ് കൊടുക്കുക, QR കോഡ് സംവിധാനം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ ഡാറ്റ ഷെയറിങ്ങിന് ലിമിറ്റ് വെക്കുക, നമ്മൾ ഷെയർ ചെയ്ത ഡാറ്റ എത്രത്തോളം ഷെയർ ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊരു ഡാഷ്ബോർഡിൽ നോക്കി മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ സ്മാർട്ട് ഹോട്ട്സ്പോട്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സ്റ്റീരിയോ സൗണ്ട്, അതേപോലെ തന്നെ ഡോൾബി ആറ്റ്മോസ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ A54 5Gയുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 36,999 നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും. ഇതിൽ ICICI ബാങ്കിന്റെ ഓഫർ വരുന്നുണ്ട്, SBI കാർഡിന്റെ ഓഫർ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഓഫർ ഒന്നുമല്ല, EMI ആക്കണോ, 12 മാസത്തെ EMI കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്താണ് ഈ കഴിഞ്ഞ ദിവസം ഓഫറുകളുടെ കാര്യം പറയുന്നു, ഇപ്പോൾ വന്നിട്ട് പറയുന്നു ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി, ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് ഒരു സംശയം തോന്നിയോ? അവിടത്തേക്കാൾ വില കൂടുതലല്ലേ, ഇവിടെ സ്പെക്കൊക്കെ നോക്കുമ്പോൾ വില കൂടുതലല്ലേ, ലാഭം അവിടെയല്ലേ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം തോന്നില്ലേ? തീർച്ചയായിട്ടും തോന്നും. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ ഓഫറുകളും ലാഭങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എന്നാൽ അതേസമയം തന്നെ ഷോപ്പുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ലാഭങ്ങളും ഉണ്ട്. സോ ഇതിലേതാണ് നിങ്ങൾക്ക് ലാഭകരമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടും സേഫായിട്ടും തോന്നുന്നത്, നന്നായിട്ട് തോന്നുന്നത്, നിങ്ങൾ അതാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് രണ്ടും വേണം. അതായത് ഒരെണ്ണത്തിന് ഒരു ഓൺലൈനെ മാത്രം അങ്ങ് വളർത്തി മുകളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അവന്മാർ മോണോപ്പൊളിയായി മാറുകയും പിന്നെ അവർ പറയുന്ന വിലയ്ക്ക് അവർക്ക് തോന്നിയ പോലുള്ള സർവീസ് തരും, നമ്മൾ അതൊക്കെ അങ്ങ് അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. സോ രണ്ടിനെയും ബാലൻസ്ഡായി നിലനിർത്തുന്നത് ആവശ്യം തന്നെയാണ്. നമ്മുടെ ചാനലിൽ രണ്ടിനെക്കുറിച്ച് നമ്മൾ വിവരങ്ങൾ തീർച്ചയായിട്ടും വരണം. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പ്ലാറ്റ്ഫോമുകളുടെയും കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. രണ്ടിൻ്റെയും ഗുണങ്ങളും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അതിൽ നിന്നും ഒരെണ്ണം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഷോപ്പിന് ഇത്രയധികം നല്ല കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത്, കൊല്ലത്തുനിന്ന് ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പയ്യൻ്റെ അച്ഛനാണ് വിളിച്ചത്. അദ്ദേഹം ഓൺലൈനിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചു. അത് റിട്ടേൺ ചെയ്യേണ്ട അവസ്ഥ വന്നു. അതായത് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വന്നിട്ട് റിട്ടേൺ ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് റിട്ടേൺ പോളിസി ഇല്ല, റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ല. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാൻ പറയുന്നു. സർവീസ് സെൻറ്റർ ആണെങ്കിൽ എവിടെയാണെന്ന് അറിയില്ല. ആകെ ടെൻഷനായിട്ടാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ റിട്ടേൺ പോളിസി ഇല്ല അതിന്. അതായത് ഓൺലൈനിൽ ആ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് റിട്ടേൺ പോളിസി ഇല്ല, പകരം സർവീസ് സെൻറ്റർ റിട്ടേൺ പോളിസിയാണുള്ളത്. സോ അങ്ങനെ ചെയ്യാം. പക്ഷേ അവർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ടും സർവീസ് സെൻറ്റർ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടും ഒക്കെ ഈ ഒരു ടെൻഷനാണ് ഉണ്ടായത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൽ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ അറിയുന്നവർക്കാണ് അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. അതല്ലാത്തവർ ഇതുപോലെ ടെൻഷനിൽ പെടും. സോ
സോ അറിയുന്നവർ അത് ഓക്കെയാണ്, ഞങ്ങൾക്ക് ലാഭം മതി, ഇതൊക്കെ ഒന്നും വേണ്ട, ഈ ഗുണങ്ങളൊന്നും വേണ്ട, ഓഫ്ലൈൻ ഷോപ്പിൻ്റെ സംഭവം വേണ്ട, നമുക്ക് ലാഭം മതി എന്നുള്ളവർ തീർച്ചയായിട്ടും അതിൽ നിന്ന് എടുക്കും. അതേപോലെ തന്നെ ഷോപ്പിൽ നിന്ന് എടുക്കണം, കുറച്ചും കൂടി നമുക്ക് ധൈര്യം കോൺഫിഡൻസ് ഇവിടെ നിന്ന് എടുക്കുന്നതാണ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എടുക്കട്ടെ. സോ ഈ രണ്ട് കൂട്ടർക്കും വേണ്ടിയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരണ്ടേ, തീർച്ചയായിട്ടും അതിന് വേണ്ടി തന്നെയാണ് ഈ രണ്ട് വീഡിയോകളും ചെയ്തു വരുന്നത്. സോ എൻ്റെ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ഒരു കടയിൽ വന്ന് എടുക്കൂ എന്നൊന്നുമല്ല പറയുന്നത്, നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ വിളിച്ച് ചോദിക്കുക. നിങ്ങളുടെ സാംസങ് സ്റ്റോർ ആണെങ്കിൽ അവിടെ ഏതാണ് ഓതറൈസ്ഡ് സാംസങ് ഡീലർ, അവരെ പല കടകളിൽ വിളിച്ച് ചോദിച്ചിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് എടുക്കാനാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഈ ഷോപ്പിൽ വന്ന് എടുക്കാനല്ല ഞാൻ പറയുന്നത്. സോ അതുകൂടി മനസ്സിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വന്നാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യവും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. സംഗതി യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ, പറഞ്ഞത് ശരിയായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം. ഒപ്പം തന്നെ ഇതുപോലത്തെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. സോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.